മാർസ് മ്യൂസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഷെയ്ഡ്സ് ഉണ്ട്. ഏറ്റവും ചേരുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്ക്, ക്ലൈമറ്റായിട്ട് നന്നായിട്ട് ജെല്ലായി പോകുന്നുണ്ട്. എല്ലാ സീസണിലും ഇടാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ സ്കിന്നിൽ ലഭിച്ചിട്ട്? സ്മച്ച് പ്രൂഫ് ആണ്. സോ ഗുഡ് ആൻഡ് ഇറ്റ്സ് സ്മച്ച് പ്രൂഫ്. സീ ദിസ്, ഔട്ട് ഓഫ് ദ വേൾഡ് ആണ്. അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ പാക്കേജിങ് എന്ന് നോക്കി സൂപ്പർ ഡ്യൂപ്പർ ബ്ലാക്ക് ഷൈൻ ഫീലുണ്ട്. ഇത് കണ്ടോ? നാട്ടിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. ആൻഡ് ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ വന്ന അന്ന് തന്നെ ജോലി തുടങ്ങി. പിന്നെ പാവലുമായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പാവല് സിക്കായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസം ലേറ്റ് ആയത്. ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് പറ്റുന്ന പോലെയൊക്കെ വ്ളോഗ് ഇടണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലേറ്റ് ആവാതെ തന്നെ വന്നത് കേട്ടോ. ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ്. അതായത് ഞാൻ നാട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ ഇവിടെ വന്ന് അത് ഇട്ട് നോക്കി എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. കാര്യം അത് ഇവിടെ കിട്ടുന്ന ഒരു സംഭവം അല്ല. പക്ഷേ നാട്ടിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിലോ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പം കാണിക്കാൻ പോകുന്നത് മെയിൻലി എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനാണ്. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് നിങ്ങളായിട്ട് കാണിക്കാമെന്ന് കരുതി. അതോടൊപ്പം തന്നെ ഞാൻ അല്ലാതെ കുറച്ച് 1-2 പ്രോഡക്ട്സും കൂടി മേടിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ കാണിക്കാം. പക്ഷേ ദിസ് ഈസ് മെയിൻലി ഒരു ലിപ്സ്റ്റിക് സെലക്ഷൻ്റെ വ്ളോഗ് തന്നെയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനൊരു ലിപ്സ്റ്റിക് ഭ്രാന്തിയാണ് ആക്ച്വലി. ഈ കാണിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ച് നാളായി നോക്കി വെച്ചിരിക്കുന്നു. നമുക്കത് ഇവിടെ കിട്ടില്ല. പക്ഷേ നാട്ടിൽ ഇത് ഭയങ്കര ചീപ്പാണ്, ഭയങ്കര അഫോർഡബിളാണ്. ആൻഡ് നാട്ടിൽ നിന്ന് ഞാൻ കെ ബ്യൂട്ടിയുടെ പെനാഷ് എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ അതിടുമ്പം ഭയങ്കര ഹ്യൂമിഡിറ്റി കൊണ്ട് നല്ല വൃത്തിയായിട്ടായിരിക്കണം. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്കതത്ര ഭയങ്കരമായിട്ട് എനിക്ക് അത് വർക്കായില്ല. ഫേമസ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്, കുറേ പേരുടെ ഫേവറേറ്റാണ്. പക്ഷേ എനിക്കത് ഈ ക്ലൈമറ്റിൽ അത് നന്നായിട്ട് വന്നില്ല. പക്ഷേ ഞാൻ ഇപ്രാവശ്യം കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കണ്ട ഒരു ലിപ്സ്റ്റിക്കാണ് മാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക്. അപ്പം ഞാൻ എന്തായാലും ഈ നമ്മൾ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര ഭംഗിയായിട്ടിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഫിൽറ്റർ ആയിരിക്കും, അങ്ങനെയൊന്നും അല്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. സോ ഐ വാണ്ടഡ് ടു യൂസ് ഇറ്റ് ഫസ്റ്റ് ബിഫോർ ഐ ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് അതൊന്ന് യൂസ് ചെയ്ത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയത്. ഞാൻ എല്ലാ പ്രാവശ്യവും ലിപ്സ്റ്റിക് ഇട്ട് കളക്ഷൻ കാണിക്കുമ്പോൾ ഞാൻ ഇട്ട് കാണിക്കാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ ഒന്ന് ഇട്ട് കാണിച്ചുകൂടെ എന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതാണ് ഒന്ന് ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ വന്നിരിക്കുന്നത്. ഞാനത് ഇട്ട് കാണിക്കാൻ പോവാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഈ പറഞ്ഞ മാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അതായത് ലെസ് ദാൻ 500 ഉള്ളൂ. അതായത് നമ്മുടെ നൈക്കയിൽ നിന്ന് നമ്മൾ പ്രോഡക്ട്സ് മേടിച്ചാൽ പോലും, നൈക്കയുടെ ബ്രാൻഡ് മേടിച്ചാൽ പോലും അതിന് ഒരു 1000-ൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഇത് ഒരു 350-400 റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കാണ്. യു വോണ്ട് ഗെറ്റ് ഇറ്റ് ഫ്രം നൈക്കയിൽ നിന്ന് ഇത് കിട്ടില്ല. പർപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അത് ഓൺലൈനും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ലുലുലുണ്ട്, കൊച്ചിനിൽ തന്നെ പല സ്ഥലത്തുണ്ട്. സോ ഇഫ് യു ആർ ഇൻ കൊച്ചിൻ, ഗോ ടു ലുലുവിൽ ഒരു ഫ്ലോറിൽ പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും. ഇട്ട് നോക്കിയിട്ട് മേടിക്കുക. ആൻഡ് ഈ മാർസിൻ്റെ ക്രയോൺസ് ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ ക്രയോൺസ് എനിക്ക് അത്ര അങ്ങ് ഫേവറേറ്റ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഞാൻ ഈ സാധനം ട്രൈ ചെയ്തിട്ട് എനിക്ക് അവിടെ അങ്ങ് മെൽറ്റായിപ്പോയി. അപ്പം ഞാൻ കരുതി നാട്ടിലായതുകൊണ്ടാണോ ആ മെൽറ്റ് ഫീലിംഗ് വന്നതെന്ന്. പക്ഷെ ഇവിടെ വന്നിട്ടും അതേ ഫീലിംഗ് ആണ്. അപ്പം ഞാനത് ഓഫീസിലൊക്കെ ഇട്ടിട്ട് പോയപ്പോൾ എനിക്ക് നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടി. അപ്പം ഞാൻ കരുതി നിങ്ങളായിട്ട് ഡെഫിനറ്റ്ലി എനിക്കിത് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ എൻ്റെ മാർസിൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാൻ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് മേടിച്ചത് ഗെട്ടരുത് ഇത്രയും ഞാൻ മേടിച്ചു. സോ ദിസ് ഈസ് മാർസ് ലിപ്സ്റ്റിക് കളക്ഷൻ വിച്ച് ഐ ബോട്ട്. ഇതിൻ്റെ ഈ ഒരു പാക്കേജിങ്ങിൻ്റെ പേര് മാർസ് മ്യൂസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷേ മ്യൂസ് എന്ന് പറയണം, അതാണ് നല്ലത്.
ക്രയോൺസിനേക്കാളും അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിനേക്കാളും. സോ ദിസ് ഈസ് ലൈക്ക് എ പൗഡറി ഫിനിഷ്. നമ്മൾ കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കണം, ചിലപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പോവും. പിന്നെ എഗെയിൻ ക്വാളിറ്റി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ബിക്കോസ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റിയുടെ തന്നെ മേടിക്കണം എന്ന്. അപ്പോൾ അത് എക്സ്പെൻസീവ് ആകും. എൻ്റെ ബോബി ബ്രൗണിൻ്റെയും മാക്കിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ എൻഡാണ്. ഒരു 4,5,000-6,000 വരെയുള്ള ലിപ്സ്റ്റിക്സ് എനിക്കുണ്ട്. ഞാൻ അങ്ങനെ നോക്കി മേടിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് മാർസ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ ലിപ്സ്റ്റിക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ മാർസ് ഞാൻ ട്രൈ ചെയ്ത്, ഞാനിപ്പോൾ ലിപ്പ് നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട്. ഞാനത് ഒരു ഷോർട്ട് വല്ലതും ഇടാം, ഞാൻ എങ്ങനെയാണ് എൻ്റെ ലിപ്പ് കെയർ ചെയ്യുന്നതെന്ന്. ബിക്കോസ് ഇപ്പോൾ ഈ സൺ ടാനൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആകും. കാര്യം ഞാൻ ഈ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടേ ഞാനിപ്പോൾ ലിപ്പ് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. രാത്രിയും രാവിലെയും നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട്. സോ ലിപ്പ് കെയർ വീഡിയോ ഞാൻ വേറെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇടാം. പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ മാർസ് കളക്ഷൻസ് പോകാം. ആൻഡ് അത് കാണിച്ചതിന് ശേഷം ഐ വിൽ ഷോ യു ഒരു 2-3 ഐറ്റംസ് വിച്ച് ഐ ബോട്ട് വിച്ച് ഇസ് ഫേവറേറ്റ് ഫോർ മീ. ഞാൻ ഇട്ട് നോക്കിയിട്ട് വളരെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ മാർസ് കളക്ഷൻ. ഇതിൻ്റെ ഈ ലിപ്സ്റ്റിക്, മ്യൂസ് വേർഷൻ ഓഫ് ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൗഡറി ഫിനിഷാണ്. ഭയങ്കര ഇങ്ങനെ നമ്മളൊരു ടിൻറ്റ് ഇട്ട പോലെ തോന്നുള്ളൂ. പിന്നെ ഈ ഷെയ്ഡ് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഷെയ്ഡ്സ് ഭയങ്കര നമ്മുടെ ഡസ്കി കളർ സ്കിന്നിന് അല്ലെങ്കിൽ ഫെയർ ടോണിനും നല്ലതായിരിക്കും. പക്ഷെ എൻ്റെ സ്കിൻ ടോണിന് ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്നെ അത് ഭയങ്കര എൻഹാൻസ് ചെയ്യുന്നുണ്ട്, എന്നെ അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പം. അപ്പം നാട്ടിലുള്ളവർ പ്ലീസ് ഗോ ആൻഡ് ട്രൈ ദിസ്. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ആൻഡ് മൈ ഫേവറേറ്റ് വൺ. സോ ആദ്യത്തെ നമുക്ക് ഇതെടുക്കാം. ഇതാണ് മാർസിൻ്റെ നമ്പർ 4. ഇത് നമ്പേഴ്സാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ നമ്പർ കാണാൻ പറ്റും. അപ്പോൾ ഇത് നോക്കി മേടിക്കുക. ദിസ് ഈസ് എനിക്കിപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ്, നമ്പർ 4. അപ്പോൾ ഇത് ബ്രൗൺ എന്ന് കണ്ടപ്പം എനിക്ക് അവിടെ ട്രയൽ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് അവർക്ക് ടെസ്റ്റർ ആയിട്ടുള്ളത് അധികം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്തു. ബാക്കി ഞാൻ ഇത്രയും പൈസ അല്ലേ ഉള്ളൂ, ഞാൻ മേടിക്കാം എന്ന് കരുതി. വേണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ പോരെ. പക്ഷേ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അതാണ് അതിൻ്റെ സത്യം. ഞാൻ പിന്നെ എൻ്റെ നാത്തൂനും മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കസിൻ അനിയത്തിക്കും ഞാൻ ഒരെണ്ണം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും നാത്തൂനും ഒരേ ഷെയ്ഡ് ഒരെണ്ണം ഞാൻ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ ഓരോന്ന് വെച്ചാൽ മേടിച്ചത്, ബിക്കോസ് ഞാൻ ട്രൈ ചെയ്യാതെ വേറൊരാൾക്ക് ജസ്റ്റ് മേടിച്ചു കൊടുക്കണ്ടല്ലോ. അപ്പം ഫസ്റ്റ് വൺ ഇസ് നമ്പർ 4 ഓഫ് മാർസ് മാറ്റെ മ്യൂസ്. ഇതൊരു മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഭയങ്കര ഡ്രൈ ലിപ്പുള്ളവർക്ക് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കും, പക്ഷേ ഇങ്ങനെ വിണ്ടിരിക്കലോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തേത് കാണിച്ചു തരാം. സോ ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഇങ്ങനെയാണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ പാക്കേജ്. നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ട് നടക്കാനൊക്കെ സുഖമാണ്. നമ്മൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ്സ് ഈസി ടു അപ്ലൈ. ഇത് ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. A wonderful color. ഇത് കണ്ടോ, ഭയങ്കര പൗഡറി ഫിനിഷാണ്. ഇതിട്ട് കഴിഞ്ഞിട്ട് ചുണ്ടിങ്ങനെ അമർത്തേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്യുക. ഞാനിപ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ മേക്കപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് വരും. സോ നമ്പർ 4 ഈസ് മൈ ഫേവറേറ്റ്. ഇതിപ്പോൾ ഞാൻ ബ്രൗൺ കളറിലൊരു ആളായിട്ട് പോലും എന്നെ അത് വാഷ് ഔട്ട് ചെയ്തിട്ടില്ല. ഞാൻ നോർമലി ന്യൂഡ് കളേഴ്സ് എടുക്കുമ്പോൾ എന്നെ അത് വാഷ് ഔട്ട് ചെയ്യാറുണ്ട്, പക്ഷേ ഇതെന്നെ വാഷ് ഔട്ട് ചെയ്യുന്നില്ല. ഇറ്റ്സ് വണ്ടർഫുൾ കളർ. ലിപ് ലൈനറിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, നമ്പർ 4. മാർസിൻ്റെ മ്യൂസിൻ്റെ നമ്പർ 4 ആണിത്. നല്ലൊരു ബ്രൗൺ, എനിക്ക് ഇതുവരെ ഉണ്ടാവാത്ത വൺ ഓഫ് ദ ഫേവറേറ്റ് ബ്രൗൺ ആണ് എനിക്കിപ്പോൾ ഇത് കിട്ടി. ഈസി ടു റിമൂവ് ആണ്. ഇത് കണ്ടോ, ഭയങ്കര ഫാസ്റ്റായിട്ട് പോയി. ഞാൻ നമ്മുടെ ഇത് യൂസ് ചെയ്തിട്ടാണ്, അൽത്തിയുടെ യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത് എല്ലാം. സോ നമ്പർ 2 ഐ വുഡ് ലൈക്ക് ടു ഷോ ഈസ് നമ്പർ 11. മാർസിൻ്റെ തന്നെ മ്യൂസിൻ്റെ നമ്പർ 11 ആണിത്. സെയിം പാക്കേജിങ്. ഇത് കാണുമ്പം ഭയങ്കര ഡിഫറൻസ് തോന്നുന്നില്ല നമ്പർ 4ഉം നമ്പർ 11ഉമായിട്ട്. പക്ഷേ നമ്മൾ ലിപ്പിൽ വരുമ്പം നല്ല ഡിഫറൻസ് ഉണ്ട്. എഗെയിൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ലിപ്പിലിടുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ലിപ്പിലിടുന്നത്. പക്ഷേ ഐ ക്യാൻ ഗ്യാരണ്ടി എന്തായാലും ഇത് നല്ലത് തന്നെ ആയിരിക്കും. ഏത് ലിപ്പ് ടോണാണെങ്കിലും അതിൽ നന്നായിട്ടിത്
ജെല്ലായി മേജായി പോകുന്നുണ്ട്. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. നമ്പർ 11. Again it looks like this. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇതൊരു റോസാപ്പൂവിൻ്റെ ഒരു ലൈറ്റ് റോസ് അല്ലേ, പിങ്ക് അല്ല ഇത്, എന്നാൽ ബ്രൗൺ അല്ല. പക്ഷെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര കുട്ടാണ്. ഞാൻ ഇതിട്ടിട്ട് ഒരു സുജിത്തിൻ്റെ അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ ഇതിട്ടിട്ടാണ് പോയത്. കുറച്ച് നമ്മൾ നല്ല മോയ്സ്ചറൈസർ തേച്ചിട്ട് ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നങ്ങ് ഗ്ലോ ആവും. അപ്പം ഞാനൊരു റോസാപ്പൂവിൻ്റെ ഉടുപ്പാണ് ഇട്ടിരുന്നത്. അതും ഇങ്ങനെയായിരുന്നിരുന്നത്. അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതങ്ങ് ജെല്ലായി അങ്ങ് പോയി. അപ്പം നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. ഇത് കണ്ടോ, വാഷ് ഔട്ടേ ആക്കില്ല. മറ്റേ ബ്രൗൺ ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇറ്റ്സ് സോ അമേസിങ്. ട്രൈ ഇറ്റ് ഔട്ട്. നമ്പർ 11. ഐ വുഡ് റിയലി റെക്കമെൻഡ്. കയ്യിൽ കൊണ്ടു നടക്കണം. ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പം സ്മഡ്ജ് പ്രൂഫ് ഒന്നുമല്ല, അത് നല്ലപോലെ സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മുടെ നിക്സിൻ്റെ പോലെ സ്മഡ്ജ് പ്രൂഫ് ഒന്നുമല്ല. പക്ഷേ I guarantee this is like one of the cheapest lipstick I've ever bought in my life, which is എൻ്റെ സ്കിന്നുമായിട്ട് ഏറ്റവും ചേരുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്ക്. ആൻഡ് ഞാനതിവിടെ സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുവന്നു. ആൻഡ് ഞാനിവിടെ ഓഫീസിലിട്ടു. ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് നന്നായിട്ട് ജെല്ലായി പോകുന്നുണ്ട്. എല്ലാ സീസണിലും ഇടാം, സമ്മർ, വിൻ്റർ. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് ഫേവറേറ്റ്, ഓർ ഐ വുഡ് സേ ഇത് രണ്ടും എൻ്റെ ഒരേപോലത്തെ ഫേവറേറ്റ് ആണ്. നമ്പർ 4 ആൻഡ് നമ്പർ 11 ഞാൻ ഇടാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡാണ് ഇടാൻ പോകുന്നത്. നമ്പർ 7 ആണ്, മാറ്റ് മ്യൂസിൻ്റെ തന്നെ നമ്പർ 7. സോ എല്ലാം ചെറിയ വേരിയേഷൻസ് ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ചുണ്ടിലേക്ക് വരുമ്പോൾ അതിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്പർ 7 ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ഓറഞ്ചിലേക്ക് പോകുന്ന ഒരു ലൈറ്റർ നോട്ട് ഷെയ്ഡാണ് കേട്ടോ. മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന്, ഇപ്പം ഞാൻ മേക്കപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മുഖത്തിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ മേക്കപ്പ് ഇല്ലാതെ എനിക്ക് നിങ്ങളെ റോ ആയിട്ട് കാണിക്കണമായിരുന്നു. നമുക്കൊന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പം ഓടിയിടാൻ പറ്റുന്നൊരു കളർ അല്ലെങ്കിൽ ഷെയ്ഡ്സാണ് എന്നെനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഭയങ്കര പ്ലെയിൻ ആയിട്ടൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ആൻഡ് ദിസ് ഷെയ്ഡ് ഇസ് സമ്മറി ഫ്രഷ്. നമുക്കിങ്ങനെ പുറത്തൊരു ബ്രഞ്ചിനൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ്. എഗെയിൻ ഓഫീസിലും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇട്ടിട്ട് പോകാൻ പറ്റുന്നൊരു കളറാണ്. ഐ ഹാവ് ടു ടെൽ യു, എൻ്റെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആണ് അല്ലേ, പക്ഷെ ആ പിഗ്മെൻറ്റേഷനെ മുഴുവൻ കവർ ചെയ്തു. നല്ല കവറേജ് ഉണ്ട്. എഗെയിൻ പെട്ടെന്ന് പോകും ഭക്ഷണമൊക്കെ കഴിക്കുമ്പം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അത് ഇടുമ്പം നല്ല കവറേജിൽ നല്ല വൃത്തിക്ക് ഇരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇപ്പം എനിക്കിവിടെയൊക്കെ മേക്കപ്പ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വേറൊരു ലുക്കും കൂടെ വരും. പക്ഷേ ഇതിപ്പോൾ എൻ്റെ റോ ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഇഷ്ടിക, നമ്മുടെ കൽപ്പൊടിയൊക്കെ ഇല്ലേ നാട്ടിലെ, ആ ഒരു കളറാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ബ്രൈറ്റർ ടോണുള്ളവർക്ക് വേറൊരു ലുക്കായിരിക്കും അത് തരുന്നത്. എൻ്റെ ഒരു ടോണുള്ളവർക്ക് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലുക്ക്. കുറച്ചും കൂടി ഡാർക്കർ ടോണിനും നല്ലതായിരിക്കും. ഇതെല്ലാ ടോണിനും പോകുന്ന കളേഴ്സാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഇവർ എങ്ങനെ ഇങ്ങനത്തെ കളേഴ്സ് ഇറക്കുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇത് കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ദിസ് ഈസ് നമ്പർ 1, മാർസിൻ്റെ തന്നെ മ്യൂസ് വേർഷൻ്റെ നമ്പർ 1 ആണ്. ഇതൊരു താമര ഒക്കെ ഒരു ഷെയ്ഡ് പോലെ ഉണ്ടാവും. അഗൈൻ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. സെയിം പോലെ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതും സെയിം ആണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു താമരയുടെ ആണ്. യെസ്, ദിസ് ഇസ് ഒരു ഷെയ്ഡാണ്. ഇപ്പം കാണിച്ചത് പോലെ തന്നെ അതിൻ്റെ ചെറിയ ലൈറ്റർ വേരിയേഷൻ ആണെങ്കിലും അത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാക്കുന്ന മാറ്റം ഭയങ്കര വലുതാണ്. സോ നമ്പർ 1, ഇതൊരു ഇഷ്ടിക കളറല്ല, ഇഷ്ടികയിൽ റോസാപ്പൂ ചേർന്നൊരു കളറ്. ട്രൈ ചെയ്ത് നോക്കൂ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ സ്കിന്നിൽ എത്തിച്ചിട്ട്?
നാട്ടിലുണ്ടെങ്കിൽ മറക്കാതെ മാർസ് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ബാക്കിയുള്ള എക്സ്പെൻസീവ് ലിപ്സ്റ്റിക്കൊക്കെ നിങ്ങൾക്കറിയാലോ, എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോസ് നിങ്ങൾ ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇത് ഒന്നുമല്ല. ഞാൻ ഇനിയും എനിക്ക് വാരിക്കോരി കുറേ കളേഴ്സിനെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എടുത്തിട്ട് വരണം. അപ്പം ഞാൻ അധികം ഇതിനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. തന്നെ മ്യൂസ് വേർഷൻ്റെ നമ്പർ 9 ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇത് കുറച്ച് ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു കളറാണ്. ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാവേ. ഏറ്റവും ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഈ ഒരു കളക്ഷൻ്റെ. നിങ്ങൾ എങ്ങനെ ഇത് കണ്ടിട്ട് ഇത് മേടിക്കാതിരിക്കും എന്ന് എൻ്റെ അടുത്തൊന്ന് പറയും. സോ ബ്യൂട്ടിഫുൾ. എൻ്റെ ലിപ്പിൻ്റെ കളർ ഇതായതുകൊണ്ടാണ് ഇത് ഈ ഒരു ഷെയ്ഡിലേക്ക് പോകുന്നത്. വേറൊരാൾക്ക് ഇത് വേറൊരു ഷെയ്ഡിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ എന്താണെങ്കിലും ഇത് ഭയങ്കര അടിപൊളിയാണ്. ഐ ടു ടെൽ യു, ഇതിൻ്റെ തന്നെ പൗഡർ ഫിനിഷിലുള്ള ഷനേലിൻ്റെ ഒരു ലിപ് പൗഡർ ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പം ഈ പൗഡർ ഇപ്പം ഇതിൽ കണ്ട ഈ അറ്റത്തിലെ പൗഡർ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു സ്പോഞ്ചിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. ആൻഡ് അതും ഇങ്ങനെ തന്നെ ലോങ് ലാസ്റ്റ് ഒന്നുമല്ല, പെട്ടെന്ന് പോകും. പക്ഷെ പൗഡർ ഫിനിഷ് ഞാൻ അതിനെങ്ങാണ്ടും ഇന്ത്യൻ റുപ്പി 7000 രൂപയോ സംതിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സെയിം സാധനം. ദിസ് ഇസ് ലൈക്ക് പൗഡർ അലിഞ്ഞ് ചേരും നമ്മുടെ സ്കിന്നിൽ. ലിപ്സ്റ്റിക്ക് ഇങ്ങനെ നമുക്കൊരു സെപ്പറേഷനായിട്ട് തോന്നില്ല. അതിങ്ങനെ ഒരു ടിൻറ്റ് പോലെ ഇങ്ങനെ മഞ്ഞ് പോലെ ഇരിക്കും. നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ ഈ മാർസിൻ്റെ ലിപ് ഷെയ്ഡ്സ് നോക്കണം. ഞാൻ എടുത്തിട്ട് വന്നത് ഇത്രയാണ്. ട്രൈ പോലും ചെയ്യാതെ എടുത്തിട്ട് വന്നതാണ്. സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പം കുറച്ച് അധികം മേടിക്കാമെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഐ ആം ലൈക്ക് ലിപ്സ്റ്റിക് ലവർ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് സ്വിറ്റ്സർലൻഡിലൊക്കെ വരാണെങ്കിൽ എന്തായിരിക്കും, വരാത്തതിന് റീസൺ ഉണ്ടാവും. അതിൻ്റെ കണ്ടൻസ് അങ്ങനത്തെ ആയിരിക്കും. ഞാൻ മേടിച്ച എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള 1 2 3 4 5 മാർസ് ലിപ്സ്റ്റിക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് ക്രിട്ടിക്കാണ് ലിപ്സ്റ്റിക്കിൻ്റെ പേരിൽ. പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നൈക്കിയിൽ നിന്ന് കുറേ ക്രയോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ അവിടെ ഇട്ട് നോക്കിയപ്പോൾ നല്ലതായിരുന്നു. എൻ്റെ നാത്തൂന് അത് ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ദ പ്രോബ്ലം ഈസ് നമുക്കത് സ്വിറ്റ്സർലൻഡിൽ വരുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ വെതറിലേക്ക് വരുമ്പോഴത്തേക്കിനും എനിക്കതിങ്ങനെ ചുണ്ടിങ്ങനെ വിണ്ട് ഇരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ എനിക്ക് ആ ക്രയോൺ പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പുള്ളിക്കാരിക്ക് തന്നെ കൊടുത്തു. ബിക്കോസ് അവിടുത്തെ ഹ്യൂമിഡിറ്റിക്ക് അത് പറ്റും. കെ ബ്യൂട്ടിയുടെയും ഞാൻ കുറേ സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ലിപ്സ്റ്റിക്ക് എനിക്കിവിടെ പറ്റിയിട്ടില്ല. നൈക്കയുടെ നോർമൽ ലിപ്സ്റ്റിക്കും എനിക്കിവിടെ പറ്റിയിട്ടില്ല. പക്ഷേ മാർസ് ഡെഫിനറ്റ്ലി ഐ റെക്കമെൻഡ്. പിന്നെ ഞാൻ മേടിച്ച ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ കഴിഞ്ഞു. ഇതാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാനുണ്ടായിരുന്നത്. പിന്നെ ഐ ബോട്ട് വിച്ച് ഈസ് കെ ബ്യൂട്ടിയുടെ ഞാൻ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ദിസ് ഈസ് ദെയർ ഐ ലൈനർ. ഇത് ക്രയോൺസ് പോലത്തെ ഐ ലൈനറാണ്. കാജൽ ഇല്ലേ, അതാണ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ദിസ് ഇസ് എ ബ്രൗൺ ഐ ലൈനർ. നമ്മുടെ കത്രീന കൈഫിൻ്റെ ബ്രാൻഡാണ്. ഞാൻ ഉപയോഗിച്ചത് കാണിച്ചു തരാം. ഞാൻ കണ്ണ് നല്ലപോലെ എഴുതുന്ന ആളാണ്. ഇന്നിപ്പോൾ ഞാൻ എഴുതിയിട്ടില്ല ബിക്കോസ് ഐ വാണ്ടഡ് ടു ഷോ യു ഗൈസ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് എഴുതുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഉറക്കുന്നങ്ങി പോലെ ഇരിക്കും. ഞാൻ മേടിച്ച കെ ബ്യൂട്ടിയുടെ ഐ ലൈനർ ഐ കാജലാണ്. സോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴത്തേക്കിനും മേടിച്ചതാണ്. അവർക്ക് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റോക്ക് പെട്ടെന്ന് തീരും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോഴത്തേക്കിനും 2 മേടിച്ചു. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം എൻ്റെ നാത്തൂനും. പിന്നെ ഇപ്പം ഞാൻ ഡിസംബറിൽ പിന്നെ പോകുന്നുണ്ടല്ലോ, അപ്പം ഇനിയും മേടിക്കാം. അപ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ റോൾ ഓൺ പോലെയാണ്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ആവശ്യത്തിൽ കൂടുതലുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ബ്രൗൺ കളർ ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. നല്ലൊരു ഷെയ്ഡാണ് ആൻഡ് സ്മച്ച് പ്രൂഫാണ്. ഇത് അങ്ങനെ ഒന്നും പോകത്തില്ല. കണ്ണ് നല്ല സ്മോക്കി ആയി ചെയ്ത പോലെ ഇരിക്കുകയും ചെയ്യും. എന്നാൽ ബ്ലാക്ക് അല്ല. എനിക്ക് ബ്ലാക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ചേരാറില്ല. അപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പം ഐ യൂസ് ദിസ് വൺ. പണ്ട് ഞാൻ മെബ്ലിൻ്റെ കാജലാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാറില്ല. ഐ റെക്കമെൻഡ് ദിസ് കെ ബ്യൂട്ടിയുടെ ഈ ബ്രൗൺ ഐ ലൈനർ. സോ ഐ കാജൽ. ഇതിൻ്റെ പേര് ബ്രൗൺ എന്നാണ്. ആൻഡ് നിങ്ങൾ നോക്കി മേടിക്കുക. മേക്കപ്പ് റിമൂവർ ആണെങ്കിൽ സുഖമായിട്ട് പോകും.
പിന്നെ കണ്ണിൻ്റെ മുകളിൽ നിങ്ങൾ കുറേ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരെണ്ണം ജസ്റ്റ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡി സെറ്റ് ഗോ ആണ്. നെക്സ്റ്റ് വൺ ഐ ബോട്ട് ഇസ് കെ ബ്യൂട്ടിയുടെ തന്നെ ബ്രോൺസ് കാജലാണ്. ദിസ് ഈസ് ബ്രോൺസ് ബിക്കോസ് ഇതിനൊരു ഷിമ്മറി ഷെയ്ഡാണ്. ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദി അതർ വൺ ലുക്സ് ലൈക്ക് ദിസ്. ഇതിനൊരു നീളൻ ആണ് ഇതിൻ്റെ ടോപ്പ്. This is like a pencil. The other one was a roll-on. This is like a pencil. And wow. Wow. മറ്റേതാണ് ഇത്. അപ്പം അതിൻ്റെ മുകളിൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഷിമ്മറി എഫക്റ്റ് കണ്ടോ. So good. So good and it's smudge proof. See this? Jesus Christ. ഞാൻ മേടിക്കുന്നത് ഓൾമോസ്റ്റ് 7,000 അല്ലെങ്കിൽ 6,000 ബോബി ബ്രൗണിൻ്റെ ഷിമ്മേഴ്സാണ് ഞാൻ മേടിച്ചിരുന്നത്. ഈ ബ്രോൺസാണ് ഞാൻ മേടിച്ചിരുന്നത്. അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് 1,000 റുപ്പീസിൽ കുറവാണ്. ട്രൈ ഇറ്റ് ഔട്ട്. നല്ല ക്വാളിറ്റിയാണ്. സ്വിറ്റ്സർലൻഡിലും നമുക്കിത് അവിടുത്തെ വെതറായിട്ട് നന്നായിട്ട് ജെല്ലായി പോകുന്നുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുന്ന പല സാധനങ്ങളും ഇവിടെ വർക്ക് ആവാറില്ല. പക്ഷേ എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ നൈക്കയുടെ മറ്റേ ക്രയോൺസൊക്കെ നിങ്ങളെ കാണിക്കേണ്ടതല്ലേ. പക്ഷേ എനിക്കത് വർക്കായിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഇത് നാട്ടിൽ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് ഇറ്റ് ഇൻ നൈക്ക. പർപ്പിളിൽ കെ ബ്യൂട്ടിയുടെ ഇതില്ല, പക്ഷെ നൈക്കയിൽ യു ഗെറ്റ് ഇറ്റ്. ഐ വിഷ് ദേ കം ഇൻ സ്വിറ്റ്സർലൻഡ് ബിക്കോസ് ദേ ഹാവ് അമേസിങ് ക്വാളിറ്റി. ലിപ്സ്റ്റിക്ക് ആ ക്വാളിറ്റിയിലേക്ക് നാട്ടിൽ എത്തിയിട്ടുള്ളൂ. ഇവിടെ ആ ലിപ്സ്റ്റിക്ക് എനിക്ക് അത്ര വർക്കായിട്ടില്ല. പക്ഷേ ഐ പ്രൊഡക്ട്സ് ആർ റിയലി ഗുഡ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇത് യൂസ് ചെയ്യാത്തത് നേരെ തിരിച്ചിടുവാണ് ബിക്കോസ് എനിക്ക് ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട്. സോ ദിസ് ഇസ് ബ്രോൺസ് ആൻഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഐ കാജലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ. മേക്കപ്പ് റിമൂവർ ഉണ്ടല്ലോ നമ്മുടെ അൽത്തിയുടെ, അത് വെച്ചിട്ട് നല്ല രസമായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു. നമ്മൾ ഐ പ്രോഡക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി യൂസ് ഓയിൽ ബേസ്ഡ് മേക്കപ്പ് റിമൂവർ. വൈ? ബിക്കോസ് നമ്മൾ കണ്ണിൽ നമ്മളിട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് ആദ്യം നമ്മൾ ആ ഓയിൽ വെച്ചിട്ട്, ഇത് കണ്ടില്ലേ ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഈ ഓയിൽ ബേസ് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ്, ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ആദ്യം മസാജ് ചെയ്യണം. മസാജ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ ഒരു ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് വൈപ്പ് ഇറ്റ് ഔട്ട് പതിയെ. വൈ? ബിക്കോസ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനുമുള്ള സ്കിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സെൻസിറ്റീവ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ മേക്കപ്പ് റിമൂവറിലേക്ക് ഈ സ്പോഞ്ചിലോ ടിഷ്യൂലോ പ്രോഡക്റ്റ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഉരയ്ക്കുമ്പം വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നമ്മുടെ ഇവിടെയൊക്കെ ഒരയും ആൻഡ് അവിടെയൊക്കെ മാർക്കുകൾ വരും. അപ്പം ഓൾസോ ഈ ഐലൈനറൊക്കെ ഇടുമ്പോൾ ഈ ഓയിൽ ബേസ്ഡ് പ്രൊഡക്ട്സ് വെച്ചിട്ട് ആദ്യം അല്ലെങ്കിൽ മസ്കാരയൊക്കെ ഉള്ളപ്പം അതിൽ നന്നായിട്ടൊന്ന് അമർത്തി വെച്ചിട്ട് ബാക്കി സ്കിന്നെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഏറ്റവും അവസാനം നല്ലപോലെ പതിയെ കൈൻ്റെ ടിപ്പ് കൊണ്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് ജസ്റ്റ് വൈപ്പ് ഇറ്റ് ഔട്ട് ആൻഡ് ടേക്ക്. ബിക്കോസ് ഈ നമ്മുടെ കാജലിൻ്റെയൊക്കെ ആ ഒരു സ്റ്റെയിൻ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ അത് വൃത്തിക്ക് തുടച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് സർക്കിളൊക്കെ വെറുതെ വരും. അതൊരു ഇങ്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോകും. അതുപോലെ തന്നെ മസാജ് ചെയ്ത് സമാധാനമായി ഒറ്റ വൈപ്പിലോ 2 വൈപ്പിലോ എടുത്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് മേടിക്കുക വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ദിസ് ഡോക്ടർ എൽത്തിയാസ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. എൻ്റെ സ്കിന്നിന് ഭയങ്കര മാറ്റമുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ട്രൈ ഇറ്റ് ഔട്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹാർഡ് കോർ മസ്കാരയൊക്കെ ഞാൻ ഇളക്കി കളയുന്നത്. എൻ്റെ കണ്ണിൻ്റെ ചുറ്റിനും ഇപ്പം ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. ഐ ഡോണ്ട് ഹാവ് ഡാർക്ക് സർക്കിൾസ് ഓർ എനിക്ക് ആ റിങ്കിൾസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ബിക്കോസ് ഐ ടേക്ക് കെയർ ഓഫ് മൈ അറൗണ്ട് ഐ. അത്രയും ഹാം ചെയ്യരുത് സ്കിന്നിനെ. നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റാണല്ലേ. പിന്നെ ഞാൻ വേറെ ഐ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഐ മാസ്കോ കാര്യങ്ങളൊന്നുമില്ല. ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഐ പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ മേടിച്ചത് പർപ്പിളിൽ നിന്നാണ്. പർപ്പിളിൽ നിന്ന് എനിക്കൊരു ബ്ലാക്ക് കാജൽ വേണമായിരുന്നു. സോ ദിസ് ഈസ് റെനെ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാജലാണ്. ദിസ് ഈസ് എന്താ പറയുക, ഔട്ട് ഓഫ് ദ വേൾഡ് ആണ്. അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ പാക്കേജിങ് തന്നെ നോക്കിയാൽ ഇറ്റ്സ് വെരി ഷീക്ക് ആൻഡ് ഇറ്റ്സ് എ പെൻസിൽ. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഷാർപ്നറും കിട്ടും. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ബോക്സിൽ അതിൻ്റെ ഷാർപ്നറും നമുക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ
പ്രത്യേകത എന്നാണ്, അതായത് ഇവർ എഴുതിയിട്ടുള്ള പോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്കാണ്, നല്ല നല്ല സ്ട്രോങ് ബ്ലാക്കാണ്. ആ കുട്ടി എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നപ്പോൾ തന്നെ ഇറ്റ് വാസ് അമേസിങ്. സോ ഇതിങ്ങനെയാണ്, ഐ ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്. നോക്കൂ, സൂപ്പർ ഡ്യൂപ്പർ ബ്ലാക്ക്. ആൻഡ് ദിസ് ഇസ് സ്മച്ച് പ്രൂഫ്. അപ്പോൾ ഇടുമ്പം ജസ്റ്റ് ഒന്ന് ഇടുമ്പോഴത്തേക്കിനും നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തൊരു സ്മോക്കി ഐ ആക്കാം. പക്ഷേ യു ഹാവ് ടു ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, ബിക്കോസ് ആഫ്റ്റർ 2-3 minutes ഇത് സംഭവം അവിടെ അങ്ങ് സ്റ്റക്കാവും. അത് ഞാൻ ഓഫീസിലൊക്കെ ഇവിടെ അറ്റത്ത് മാത്രം ഇങ്ങനെ എഴുതിയിട്ട് പോവേ. ഞാൻ കാട്ടിത്തരാം. ദിസ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് മൊത്തം എഴുതത്തില്ല. This is how it looks like. ഒരു ചെറിയ കാജൽ കൊണ്ടുവന്ന വ്യത്യാസം നോക്കൂ കണ്ണിന്. അപ്പം ഇവിടുന്ന് ഐ ഡു ഇറ്റ് ഫ്രം ഹിയർ ടിൽ ഹിയർ, ഹിയർ ടിൽ ഹിയർ. ഞാൻ മൊത്തത്തിൽ വരയ്ക്കത്തില്ല. അപ്പം നമുക്കൊരു ഫോർമൽ അറ്റയറിന് നമ്മുടെ കണ്ണ് കുറച്ച് നല്ല ഭംഗിയായിട്ടിരിക്കും. ബ്ലാക്ക് ഇട്ടങ്ങ് ഇതാക്കത്തില്ല. നമുക്ക് ട്രഡീഷണൽ വെയർ ഇടുമ്പോഴും ഇത് നല്ലപോലെ കണ്ണിന് ചുറ്റിനും ഇടാം. ഓൺലി ഇൻ പേർപ്പിൾ. പേർപ്പിൾ നൈക്കയിൽ കിട്ടത്തില്ല, സോ ഗോ ടു പേർപ്പിൾ ആൻഡ് ബൈ. പിന്നെ ഓൺലൈനിൽ കിട്ടുമായിരിക്കും നാട്ടിലുള്ളവർക്ക്. അപ്പം നാട്ടിൽ നിങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഭയങ്കര ചീപ്പാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അണ്ടർ 500 ആണ്. ആൻഡ് സോ നൈസ്. എനിക്ക് കണ്ണിന് അലർജി കാര്യങ്ങൾ, എനിക്ക് പെട്ടെന്ന് കണ്ണിന് ഒരു ചൊറിച്ചിലൊക്കെ വരും. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ല. അപ്പം ഐ ഹൈലി റെക്കമെൻഡ്. ഞാൻ മേടിച്ചിട്ടുള്ളത് ഞാൻ പിക്സിയുടെ ഗ്ലോ മിസ്റ്റ് ആണ്. ഇതിൽ ഹിബസ്കസും ഹൈലറോണിക് ആസിഡും ആർഗൻ ഓയിലും ഒക്കെ ഉണ്ട്. സോ ഇത് നമുക്ക് ഇവിടെയും മേടിക്കാൻ കിട്ടും പിക്സിയുടെ. ഇത് ഞാൻ നൈക്കയിൽ നിന്ന് മേടിച്ചതാണ്. അത് ഇവിടെ മേടിക്കാൻ കിട്ടാത്തത് കൊണ്ട് നൈക്കയിൽ നിന്ന് മേടിച്ചതല്ല. ഐ വെൻ വിത്ത് ടിനു. അപ്പം ടിനുവിന് അവിടെ നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പം അവൾ എല്ലാവരുടെ അടുത്ത് നിന്ന് വർത്താനം പറയുന്ന സമയത്ത് ഞാനിങ്ങനെ പതിയെ നടന്ന് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആൻഡ് ഷീ റിയലി ട്രീറ്റഡ് മീ വെൽ. ആൻഡ് ഞാനിത് മേടിച്ചു. ആൻഡ് ഭയങ്കര ഗുഡാണ്. നമുക്കിങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്കിത് സ്പ്രേ ചെയ്യാം. ആൻഡ് വി കൻ നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇറ്റ്സ് ലൈക്ക് ദിസ്, കണ്ടോ? ആൻഡ് നമുക്കിങ്ങനെ വെച്ചിട്ട് സോ ഇറ്റ് സ്പ്രേസ് ലൈക്ക് ദിസ്. ഇത് കണ്ടോ, ആ ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് കണ്ടോ? ആൻഡ് ഐ എം നോട്ട് കിഡിങ്, ദിസ് എഫക്റ്റ് സ്റ്റേസ്. ഞാനിപ്പം മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ആണ് ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡ്രൈ ആവും, പക്ഷേ ഇതിന് ഈ ഒരു ഗ്ലോ കണ്ടോ? ഈ ഗ്ലോ ഉണ്ട്. ആൻഡ് നമ്മുടെ സ്കിന്നിനെ ഇത് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് പോകും. ആൻഡ് നമുക്കിത് ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാഗിലിടാം. ആൻഡ് നമുക്കിത് ഇടയ്ക്ക് ഇപ്പം മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം സ്പ്രേ ചെയ്തിട്ടാണ് ഞാൻ പോണത്. ആൻഡ് ആ ഒരു ഗ്ലോ കണ്ടോ? അപ്പോൾ എനിക്ക് ഒരു ഡ്യൂയി ആയിട്ടുള്ള ഒരു ഫീല് വേണമെന്നുണ്ടായിരുന്നു. സോ ഐ ബോട്ട് ദിസ്. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഹിയർ ഇൻ സെഫോറ അല്ലെങ്കിൽ മാഗ്നോയിഡ്, ഗാലക്സീസിലെല്ലാം പിക്സി കിട്ടും. ആമസോണിലും കിട്ടുമായിരിക്കും. സോ പിക്സിയുടെ സ്കിൻ ട്രീറ്റ്സ് ഗ്ലോ മിസ്റ്റ് ആണ്. ഇതൊരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇല്ല കയ്യിലെങ്കിൽ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. അല്ല, ഇനി മോയ്സ്ചറൈസർ നിങ്ങളൊരു സ്ഥിരമായിട്ടുള്ളൊരു ക്രീം യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ്സ് ലൈക്ക് എ ഗുഡ് മോയ്സ്ചർ ഡ്യൂയി ഫിനിഷ് ലിക്വിഡ്. ആൻഡ് ഓൾസോ ഇത് നല്ലൊരു പ്രൈമർ പോലെ കൂടിയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഹൈഡ്രേഷനും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിൻ്റെ മുകളിൽ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നല്ലൊരു ഷൈനി സിൽക്കി എഫക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ബാഗിലിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു സണ്ണിൽ പോയി, ബീച്ചിൽ പോയി, നമുക്ക് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈനെസ് നല്ലതായിട്ട് മാറിക്കിട്ടും. ഇവിടെ സമ്മറിലാണെങ്കിലും വിൻ്ററിലാണെങ്കിലും ഇത് നന്നായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് കുരുവൊന്നും വന്നില്ല. സോ ട്രൈ ഇറ്റ് ഔട്ട്. സൈഡ് ഇതിൽ കുറച്ച് ഓയിലുണ്ട്, പിന്നെ ഒരു ലിക്വിഡ് ഉണ്ട്. അപ്പം നമ്മൾ നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. ഇത് ഉണങ്ങി. ആൻഡ് സീ ദ ഗ്ലോ ഇസ് സ്റ്റിൽ ദെയർ. കണ്ടോ? നല്ലൊരു ഷൈൻ ഫീലുണ്ട്. ഇത് കണ്ടോ? ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് മേടിച്ച കോസ്മെറ്റിക്സ് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ആൻഡ് ഞാൻ ഇപ്രാവശ്യം നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കിനും വലിച്ചു വാരി ചിലപ്പോൾ സാധനങ്ങൾ എടുക്കും അല്ലേ.
ഇപ്രാവശ്യം ഞാൻ എടുത്തത് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടായിരുന്നു. ഞാൻ കുറച്ച് ഇവിടുന്ന് റിസർച്ച് ചെയ്തിട്ടാണ് പോയത്. ബിക്കോസ് എനിക്കിതിവിടെ വന്നിട്ട് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു, ഇട്ട് നോക്കി എനിക്കിഷ്ടപ്പെട്ടാൽ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ നാട്ടിലാണെങ്കിൽ മാർസിൻ്റെ പ്രോഡക്റ്റ്സ് മേടിക്കുക, കെ ബ്യൂട്ടിയുടെ പ്രോഡക്റ്റ്സ് മേടിക്കുക. എല്ലാ പ്രോഡക്റ്റും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് എനിക്കിഷ്ടപ്പെട്ടു. ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. മുഖം നന്നായിട്ട് കെയർ ചെയ്യുക. നമുക്ക് എത്ര പ്രായമായാലും ഏജ് ലൈക്ക് എ വൈൻ എന്നാണല്ലോ. അപ്പം നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുക. നമ്മളെങ്ങനെ നമ്മളെ കണ്ണാടി നോക്കുമ്പം നമുക്ക് എന്തോ ഒരു ഇഷ്ടപ്പെടുന്നു മാത്രം കരുതിയാൽ മതി. വേറെ ആരുടെയും കമൻറ്റിലേക്ക് പോകണ്ട. നമ്മൾ സ്വന്തമായിട്ട് കോൺഫിഡൻ്റ് ആണോ, ദാറ്റ് ഈസ് ഇറ്റ്. അതിന് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ നമ്മൾക്ക് നമ്മുടെ ബ്യൂട്ടിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ചേരുന്നത് നിങ്ങൾ മേടിക്കുക. ഇതുപോലെ കുറച്ച് റിവ്യൂസൊക്കെ നോക്കുക, എന്നിട്ട് മേടിക്കുക. എഗെയിൻ ഞാനിതൊക്കെ കാണിക്കുന്നത് എൻ്റെ സ്കിൻ നല്ല സെൻസിറ്റീവാണ്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നങ്ങൾ വരാത്ത സാധനങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഞാനൊരു ഡോക്ടറൊന്നുമല്ല, പക്ഷേ എങ്കിലും എനിക്ക് പറ്റിയ സാധനങ്ങൾ. കുറേ പേർക്ക് ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒക്കെ അടുത്തൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമുക്ക് അതിനുള്ള അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം എനിക്ക് പറ്റിയ സാധനങ്ങൾ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എഗെയിൻ കഴിഞ്ഞ വീഡിയോസിനൊക്കെ തന്ന ആ ഒരു വാം വെൽക്കമിന് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ ഓൾസോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഈ പ്രോഡക്റ്റ്സൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.